പ്രിയ കുട്ടികളെ, ഫിസിക്സിന്റെ പുതിയൊരു ക്ലാസ് നമുക്കിന്ന് തുടങ്ങാം. ഈ വീഡിയോയിൽ 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഈ 4ാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ നല്ല എളുപ്പമാണ്. എന്നാലും പല കുട്ടികൾക്കും ഒരു കൺഫ്യൂഷനുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പഠിച്ചും ഇത്രയേ ഉണ്ടായിരുന്നുള്ളല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നണം. അതിനുവേണ്ടിയാണ് ടീച്ചർ ഇതിൻ്റെ പരീക്ഷാ ചോദ്യങ്ങൾ പറഞ്ഞു തരുന്നത്. പാഠം പഠിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ മനസ്സിലാകുന്ന രീതിയിലാണ് ടീച്ചർ ക്ലാസ് നൽകുന്നത്. ഈ പാഠത്തിൽ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. അതേത് ചിത്രങ്ങളാണെന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെയുണ്ട്. അല്ല, നമുക്ക് വേറെ ഒരിടത്തും നോക്കി പോകണ്ട. ഓരോരോ ചിത്രങ്ങളായിട്ട് ടീച്ചർ കാണിച്ചു തരാം. അടുത്ത പേജിൽ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ചോദ്യം തുടങ്ങാം. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻ സറൗണ്ടിങ് ദി മാഗ്നറ്റിനെ സറൗണ്ട് ചെയ്യുന്നതിൻ്റെ ചുറ്റുമുള്ളതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? നോർത്ത് ടു സൗത്ത് ആണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസൈഡ് ദ മാഗ്നറ്റ് ആ മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ്, ഈ ചുറ്റുപാടും കാണുന്നത് മാഗ്നറ്റിൻ്റെ ശക്തി കാണിക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസ് ആണ്. അത് പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കും ഇൻസൈഡ് ദ മാഗ്നറ്റ് എന്ന് എടുത്തു ചോദിച്ചാൽ മാത്രം നിങ്ങൾ സൗത്ത് ടു നോർത്ത് എന്ന് എഴുതാവൂ. ഇൻസൈഡ് ദ മാഗ്നറ്റ് എന്ന് വന്നാൽ മാത്രം സൗത്ത് ടു നോർത്ത് എന്ന് എഴുതിയാൽ മതി. അല്ലാത്തപ്പോഴെല്ലായ്പ്പോഴും നോർത്ത് ടു സൗത്ത് ആണ് ഫ്ലെക്സ് ലൈൻ്റെ ഡയറക്ഷൻ. രണ്ടാമത്തെ ചോദ്യങ്ങൾക്കിടയിൽ ഒത്തിരി വിശദീകരണമൊന്നും തരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പരമാവധി ക്വസ്റ്റ്യൻ കിട്ടട്ടെ എന്നാണ് ടീച്ചറിൻ്റെ ഒരു ആഗ്രഹം. ഇനി നമുക്കിവിടെ കാണാം ഒരു സർക്യൂട്ടും സർക്യൂട്ടിനടുത്ത് ഒരു മാഗ്നറ്റിക് നീഡിലും. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ തൊട്ട് താഴെ കിടപ്പുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും അന്വേഷിച്ച് നമ്മൾ പോവണ്ട. നമ്മൾ ടേൺ ഓൺ ദി സ്വിച്ച്, ബെൽ സ്വിച്ച് എന്നൊക്കെ സ്വിച്ചിനെ അങ്ങ് പറഞ്ഞേക്കുന്നത്, നമ്മളതൊന്നും നോക്കണ്ട. സ്വിച്ച് ഓൺ ആക്കി. അപ്പോൾ വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾ കാണുന്നത്? മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ആൻസർ ഇവിടെ എഴുതി വെച്ചോ. മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. ടീച്ചർ പറഞ്ഞ ശേഷം എഴുതി കാണിക്കാം കേട്ടോ. എഴുത്തും പറച്ചിലും എല്ലാം കൂടെ നടത്തി കഴിഞ്ഞാൽ വീഡിയോ നീണ്ടു പോകും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടുത്തോടെ ആ ഉത്തരങ്ങൾ എഴുതി കാണിക്കാം. മാഗ്നറ്റിക് നീഡിൽ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടി കറണ്ട് ഒഴുകാൻ തുടങ്ങിയും മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് എന്നുള്ള അടുത്ത ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസർ ആയിട്ട് കിടപ്പുണ്ട്. ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ്? വൈ ഡിഡ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ്? അതിൻ്റെ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് എറൗണ്ട് ദി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതിന് ചുറ്റും ഒരു പുതിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. കറണ്ട് എതിലേ കടന്നു പോകുന്നോ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡും ഈ മാഗ്നറ്റിക് നീഡിലെ മാഗ്നറ്റിക് ഫീൽഡും കൂടി പരസ്പരം ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ആ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്തത്. അപ്പം ഇത്രയൊന്നും വിശദീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് എറൗണ്ട് ദി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡ് എക്സെർട്ട് എ ഫോഴ്സ് ഓൺ ദി മാഗ്നറ്റിക് നീഡിൽ. അതിലേക്ക് ഒരു ശക്തി അങ്ങ് കൊടുക്കും. അത് തമ്മിൽ പ്രവർത്തിച്ചിട്ടാണ് ആ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. വാട്ട് ഈസ് ദ റീസൺ നമുക്ക് ഈ യെല്ലോ ഇതിൽ ഞാൻ അടയാളപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. അതിൽ കറണ്ട് ഉണ്ടാകുമെന്നുള്ളതാണ്. ആ ഒരു കണ്ടക്ടറിൽ കറണ്ട് വന്നു കഴിയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അടുത്തത് ഈ ചിത്രമാണ്. ഈ ചിത്രത്തിലും ആദ്യത്തെ പോലെ തന്നെ ഒരു സർക്യൂട്ട് തന്നു. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചു. ശ്രദ്ധിച്ചു നോക്കിക്കോണം. ഇതിൻ്റെ സൗത്ത് പോൾ ഇത്, ഇതിൻ്റെ നോർത്ത് പോൾ ഇതാണ്. ഇതിലെ സ്വിച്ച് ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് A to B ആണ്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടി കുറച്ചുകൂടി വലിപ്പത്തിൽ വരച്ചിട്ടുണ്ട്. ഇതേ ചിത്രമാണ്, ഇതാണത്. ഡയറക്ഷൻ ഓഫ് കറണ്ട് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോലെയാണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് കറണ്ട് എയിലും ബിയിലും ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ 2 ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഇതാണ് വലിയ വരയാണ് പോസിറ്റീവ്. ആ പോസിറ്റീവിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്കാണ്. അന്നേരം അടുത്ത ചോദ്യം,
ഡിഫ്ലക്ഷൻ ഓഫ് നോർത്ത് പോൾ, അതിന് 2 ഓപ്ഷൻ ഉണ്ട്. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് ചോദിക്കും. അപ്പം ഇവിടുത്തെ ഇത് പറഞ്ഞിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുക. കാരണം ഇവിടെ നമ്മുടെ സെല്ലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ഇത് നേരെ കറണ്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഈസ് റിവേഴ്സ്ഡ്. ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ബി ടു എ ആണ്. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എ ടു ബി എന്നും ഇവിടെ ചോദിച്ചാൽ ബി ടു എ എന്നും, എല്ലാം കൂടെ എഴുതി കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല കേട്ടോ. ഇനി നോർത്ത് പോളിൻ്റെ ഡയറക്ഷൻ ഈ ഒരു സിറ്റുവേഷനിൽ അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയിട്ടാണ്, ഇപ്പോൾ നമ്മളതൊന്നും പറയുന്നില്ല, ഈ ഒരു ഡയറക്ഷനിലാണ്. ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളൊരു സർക്കിളായിട്ട് ഇങ്ങനെ കൈ ഓടിച്ച് നോക്കിക്കേ, കയ്യോ നിങ്ങളുടെ പേനയോ എന്തെങ്കിലും ഓടിച്ചാൽ ഈ ഒരു ബാക്കിലേക്കാണ്, ലെഫ്റ്റിലേക്കാണ് കറങ്ങുന്നത്. അതിനെ നമ്മുടെ ക്ലോക്ക് കറങ്ങുന്നത് റൈറ്റിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയായിട്ടാണ്. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഈ ഒരു ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡിഫ്ലക്ഷൻ ഓഫ് നോർത്ത് പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആയി. അടുത്ത ചിത്രവും കൂടെ നമുക്കൊന്ന് നോക്കാം. അടുത്ത ചിത്രത്തിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചോദിച്ചാൽ നിങ്ങൾ പോസിറ്റീവേ തുടങ്ങി അത് ബി ടു എ എന്ന് എഴുതണം. ബി ടു എ അങ്ങനെ എടുത്ത് ചോദിക്കുമായിരിക്കും. ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ ടു ബി എന്ന് ചോദിക്കുക, എയിൽ ആ ഭാഗത്ത് എങ്ങനെയാണ്. അപ്പം നിങ്ങൾ പറയണം ബി ടു എ എന്ന് എഴുതണം. ഇനി നോർത്ത് പോളിൻ്റെ ഡിഫ്ലക്ഷൻ ഇവിടെയും ചോദിക്കാം. ഇവിടെ നോർത്ത് പോളിൻ്റെ ഈ ഒരു രീതിയിൽ പോകുമ്പോൾ നോർത്ത് പോൾ ഇതാ ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യും, ഇങ്ങോട്ട് താഴേക്ക് വരുന്ന പോലെ. അപ്പോൾ അതൊന്ന് നിങ്ങളൊരു സർക്കിൾ ആകൃതി വരച്ചു നോക്കിക്കേ. അതായത് നല്ല റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് അത് കറങ്ങുന്നത്. അതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് നോർത്ത് പോൾ ഈ വരച്ചു വെച്ചിരിക്കുന്നതിനെ അതിനെ മനസ്സിലാക്കാൻ നിങ്ങളിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചു നോക്കുക, നിങ്ങളുടെ വിരലുകൊണ്ടോ പേന കൊണ്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലെ വാച്ചിൻ്റെ സൂചി കറങ്ങുന്നത് പോലെ അല്ലെ ക്ലോക്കിൻ്റെ സൂചി കറങ്ങുന്ന പോലെയാണ്. അതുകൊണ്ട് ഇങ്ങനെ വരച്ച ഈ ഡയറക്ഷനെ, ആ ഡയറക്ഷൻ ശരിക്കറിയാൻ ഇങ്ങനെ വട്ടം ഇട്ട് നോക്കിയാൽ മാത്രം മതി. നമുക്ക് കണക്ക് ചെയ്യാനില്ല, വായിച്ചു പഠിക്കാനില്ല, നമുക്ക് നേരെ എഴുതി മാർക്ക് മേടിക്കുന്ന നല്ലൊരു ചാപ്റ്ററാണിത്. ഇത് വരച്ചെഴുതി എടുത്തോളൂ. ഈ പേജിലെ തന്നെ ചോദ്യങ്ങൾ തീർന്നു എന്ന് പറയാം. അതൊക്കെ തന്നെയാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. സ്വിച്ച് ഓണാക്കിയപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടത്? എന്തായാലും ഇവിടെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ്, ഇതിന് തൊട്ട് മുമ്പ് പഠിച്ച ഫസ്റ്റ് ചോദ്യമാണ്. മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ ബി, ഇവിടെ നോക്കുമ്പോൾ പോസിറ്റീവ് എന്ന് സ്വിച്ച് ഓണാക്കിന് പോസിറ്റീവ് കൂടെ ഈ സ്വിച്ചിൻ്റെ ഇതിലെ വന്ന എ ടു ബി എന്ന് നിങ്ങൾ എഴുതണം. അതുപോലെ ഡിഫ്ലക്ഷൻ ഓഫ് നോർത്ത് പോള് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ചിത്രം ഈ ഒരു കറണ്ട് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും റിവേഴ്സ് ചെയ്തിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോൾ പറഞ്ഞതല്ല, ഓപ്പോസിറ്റ് എഴുതുന്നതോടുകൂടി കറക്റ്റായ ഈ പേജിലെ ക്വസ്റ്റ്യൻസ് തീർന്നു. ഈ പാഠം നല്ല എളുപ്പമാണ്. അടുത്ത പേജിൽ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രം ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഇതേപടി അങ്ങ് തന്നിട്ട് നമ്മളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. ഇവിടെ ഒരു കണ്ടക്ടറിനെ ഒരു കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതേ ഉള്ളൂ. നമുക്കതൊന്നും നോക്കണ്ട, ഈ പടം തന്നു എന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ ഈ ചിത്രം പോലെ ഇരിക്കുന്നതിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. പോസിറ്റീവ് എന്നൊരു സ്വിച്ച് വഴി ഇതാ ഇങ്ങനെ കറണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ കറണ്ട് പോകുന്നത്, ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ ബി? എ ബി ഭാഗത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെയാണ്? അപ്പോൾ ഈ സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ പോസിറ്റീവ് എന്ന് എ ടു ബി എന്ന് ഇവിടെ എഴുതുന്നതോടുകൂടി 1 മാർക്ക് നമുക്കായി. അടുത്ത ചോദ്യം, കറണ്ട് കടന്നു പോയാൽ അവിടെ എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഇത് ഈ ഒരു കണ്ടക്ടർ മാഗ്നറ്റ് ആയിട്ട് മാറി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അടുത്ത ചോദ്യം, അതിൻ്റെ ഇവിടെ ഉണ്ടായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായല്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണ്? ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഏതാണ്? അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഇതാണ് ക്വസ്റ്റ്യൻ. അവിടെ നമുക്ക് ചോയ്സ് ഉണ്ട്, ചിലപ്പോൾ ചോയ്സ് ഇല്ലാതെ തരും. ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ്ന്നോ ആൻറ്റി ക്ലോക്ക് വൈസ്ന്നോ എന്നാണ് നമുക്കിങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ പറഞ്ഞത് ശേഷം തരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇവിടെ എ ടു ബി, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു പേപ്പറിലേക്ക് വരയ്ക്കാം. ആ എ ടു ബി ഭാഗം നമ്മുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് എ ടു ബി ഇങ്ങനെ കിടക്കുകയാണെന്ന് വിചാരിക്കൂ. ഒന്നും നമ്മുടെ പഠിക്കാനില്ല, നമുക്ക് നേരെ എഴുതാനേ ഉള്ളൂ. എ ടു ബി ആണ് നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ A to B ഇങ്ങനെ കണ്ടു. അതായത് ഈ ചിത്രത്തിൽ കണ്ടതാണേലും മതി. കണ്ടോ? അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ടീച്ചർ. അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു കണ്ടക്ടറിൻ്റെ ഒരു വര മാത്രമായിട്ട് കൊടുത്തിട്ട് A to B ആണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. നിങ്ങൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഈ കറണ്ട് കടന്നുപോയി ഇത് മാഗ്നറ്റ് ആകുമല്ലോ, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിക്കാൻ നിങ്ങൾ അപ്പോൾ തന്നെ നിങ്ങളുടെ വലതുകരം എടുത്തിട്ട് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഇങ്ങനെ ഈ ഒരു ഇതിനെ ചുറ്റിപ്പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ചുറ്റിപ്പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ തമ്പ് ഈ വരയിൽ നേരെ നിൽക്കണം, ഇവിടോട്ട് നേരെ നിൽക്കത്ത്. അപ്പോൾ ടീച്ചർ ഈ പേനയെ ചുറ്റിപ്പിടിച്ച് കാണിക്കാം. അപ്പോൾ പേപ്പറിൻ്റെ അകത്തേക്ക് നമ്മുടെ വിരൽ പോകുന്ന പോലെയാണ്. പേപ്പറിൻ്റെ അകത്തേക്ക് വിരൽ പോകുന്നു, തമ്പിലേക്ക് തമ്പ് നമ്മുടെ ആ കറണ്ടിൻ്റെ ഈ പേനയുടെ ടിപ്പിലേക്ക് ഞാൻ എൻ്റെ തമ്പ് ചേർത്ത് വെക്കുന്നു. നിങ്ങളും അങ്ങനെ ചെയ്യണം. അപ്പോൾ വിരൽ ഇങ്ങനെ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ വിരലിൻ്റെ തുമ്പ് പോയേക്കുന്ന വഴിയിൽ ഇനി അകത്തോട്ട് പോയി എന്നുള്ള രീതി ഞാൻ ഇങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ടു. ഇനി ആരോ മാർക്ക് അല്പവും കൂടെ നീട്ടിയിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെയും കൂടെ കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു ഡയറക്ഷൻ നിങ്ങളൊന്ന് വട്ടം വരച്ചേ. ദാ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അത് പണ്ട് പറഞ്ഞതുപോലെ നമ്മുടെ ക്ലോക്കിൻ്റെ ഡയറക്ഷൻ അല്ല, ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതുകൊണ്ട് ഇതിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണെന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പരീക്ഷാ പേപ്പറിൽ ഒരു ചോദ്യം കിട്ടും. നിങ്ങൾ ആ തമ്പ് ഈ മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്നത് പോലെയും, അപ്പോൾ വിരലുകൾ ആ ഒരു ഇതിനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ ആ വിരലിൻ്റെ തുമ്പിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ ആരോ മാർക്ക് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കിട്ടും. അതിനുവേണ്ടി നിങ്ങളെ മനസ്സിലാകാനും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വായനയും പഠിത്തവും ഇല്ലാതെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തൊട്ട് താഴെ ആ കൈ ഒന്ന് പിടിക്കുന്നത് പോലെ. പക്ഷേ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറെ നമുക്ക് എടുത്ത് കൈ പിടിക്കാൻ പറ്റിയല്ലോ. നിങ്ങൾ സങ്കല്പിക്കണം, ഇങ്ങനെ അതിനെ ചുറ്റി പിടിക്കുന്നതായിട്ട് സങ്കല്പിക്കണം. അപ്പോൾ ഞാനിങ്ങനെ വിരൽ മൊത്തം ചുറ്റി ഇങ്ങനെ വരുന്നതായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ആ വിരലിൻ്റെ ടിപ്പ് തുമ്പ് എങ്ങോട്ടാണോ പോകുന്ന ആ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കണം. അപ്പോൾ എന്നിട്ട് അതിനെ ഒരു സർക്കിളായിട്ട് നമ്മൾ സങ്കല്പിക്കും. ഇങ്ങനെ ആ വഴിയെ പോവല്ല, ഇങ്ങനെ നമ്മൾ അതിനെ ഒരു സർക്കിളായിട്ട് സങ്കല്പിക്കണം. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിനെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഈ വലത് കൈയുടെ തമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളതിനെ, വലത് കൈയുടെ തമ്പ് ഉപയോഗിച്ചാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഇതിനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പാഠത്തിൽ നിന്ന് വായിച്ചു പഠിക്കാനുള്ള ഒരു ചോദ്യമാണ് അടുത്ത പേജിൽ കിടക്കുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്. ഇപ്പം നമ്മളുടെ ആ പടം കാണിച്ചിട്ട് നിങ്ങൾ ഏത് റൂൾ ഉപയോഗിച്ചാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പം നമ്മൾ പറയും റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ചോദ്യം മനസ്സിലായല്ലോ. എന്നിട്ട് അതിൻ്റെ താഴെ പറയും സ്റ്റേറ്റ് ദി ലോ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ആ ലോ എഴുതി വെക്കാണ്. സ്റ്റേറ്റ് ദി ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ എഴുതി വെക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. പിന്നെ ഒറ്റ മാർക്കിനും ഇത് ചോദിക്കും. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നിട്ട് 2 ഡോട്ട് അങ്ങനെ ഇട്ട് വെക്കും. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ മാച്ച് ചെയ്ത് എഴുതണം. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുകയാണ്. ഏത് റൂളും ഇത് ടീച്ചർ ടിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. റൂളിൻ്റെ യൂസ് ഇത് കണ്ടോ, ഇവിടെ ഇൻഡിക്കേറ്റ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ളതാണ്. ടു ഇൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് എന്നോ ഇൻഡിക്കേറ്റ് എന്നോ കൊടുക്കുക, കണ്ടുപിടിക്കാനുള്ളതാണ്. എന്താണ്? ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അതും ഈ പേജിൽ തന്നെ ഉണ്ട്. ഇതാണ് ആ ചിത്രം. ഈ ചിത്രത്തിലും ആകെ ഒരു കാര്യമേ പറയുന്നുള്ളൂ. ഇവിടെ ഒരു സെല്ല് അഥവാ കറണ്ട് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ കറണ്ട് സപ്ലൈ എവിടെ നടക്കുന്നോ അവിടെ എന്തുണ്ടാകും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത് അത് മാത്രമാണ്. കറണ്ട് സപ്ലൈ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിനെ സംബന്ധിച്ചാണ് ഇവിടെ കിടപ്പുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. ഈ കോയിലേൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആദ്യം ചോദിച്ച മാഗ്നറ്റിക് ഫീൽഡ് അല്ല ചോദിച്ചു. അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവേന്നിങ്ങനെ പോവുക. ഇവരിവിടെ വരച്ചും വെച്ചിട്ടുണ്ടെന്ന്, പരീക്ഷയ്ക്ക് വരച്ചു വെക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. കറണ്ട് പോസിറ്റീവ് എന്ന് കയറി എയെ കൂടെ കയറി ബിയെ കൂടെ വന്ന്, അപ്പോൾ ആ കറങ്ങുന്ന ഡയറക്ഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ. അത് ക്ലോക്ക് വൈസ്. നമ്മുടെ കയ്യിലെ വാച്ചൊക്കെ വാച്ചിൻ്റെ സൂചി കറങ്ങുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ടീച്ചർ ഇവിടെ ടിക്കും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചോണം. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ. സമാധാനമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. നമുക്കറിയാവുന്നതാണ് വരിക. പഠിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ അറിയാവുന്നതാണ് വരിക. ഇനി ഇവിടെ ചോദിക്കാത്ത 2 ചോദ്യങ്ങൾ ടീച്ചർ കൈ എന്നിട്ടങ്ങ് പറയുകയാണ്. നമ്മൾ ഈ കുറച്ച് മുമ്പ് പഠിച്ച പോലെ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാണ്. എ എന്ന പൊസിഷനിൽ എന്താണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക്, അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമ്മൾ പഴയതുപോലെ തന്നെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇവിടെ എയിൽ ഇങ്ങനെ മുകളിലേക്കാണ്, എയിൽ മുകളിലേക്കാണ് കറണ്ട് പോകുന്നത്. അതുകൊണ്ട് അവിടെയും നിങ്ങൾ നിങ്ങളുടെ വലതുകരം ഉപയോഗിച്ച് മനസ്സിലങ്ങോട്ട് സങ്കല്പിക്കുക. അന്നേരത്തേനും നമുക്ക് ആ ഒരു സർക്കിളിനുള്ളിലൂടെ നമ്മൾ വിരലിട്ട് ആ മുകളിലേക്ക് നമ്മുടെ തമ്പും പിടിച്ചുകൊണ്ട് നമ്മൾ ആ സർക്കിളിനെ അങ്ങ് പിടിക്കുന്നതായിട്ട് അങ്ങ് സങ്കല്പിക്കുക. ടീച്ചറിൻ്റെ കൂടെ ചെയ്യുക. നിങ്ങളുടെ പുസ്തകവും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വിരലിൻ്റെ ടിപ്പ് നമ്മൾ കണ്ടു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്ന പോലെയാണ്. ടീച്ചർ ഈ പറയുമ്പോഴൊക്കെ നല്ല സുഖമൊക്കെ തോന്നും. നിങ്ങൾ ഈ ചിത്രം വരച്ചിട്ട് നമ്മളോട് അടയാളപ്പെടുത്താനായിട്ട് പറയും. അടയാളപ്പെടുത്താൻ പറയുമ്പം നിങ്ങൾ ഇങ്ങനെ ചുമ്മാ കുറേ വട്ടം ഇട്ട് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഞാൻ ഈ ചിത്രം കുറച്ചുകൂടി വലിപ്പത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരയ്ക്കേണ്ടത് എന്നുള്ള രീതിയിൽ ടീച്ചർ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചിലപ്പോൾ ഈ കാർഡ്ബോർഡൊന്നും നമുക്ക് വരയ്ക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ അതെല്ലാം കൂടെ വരയ്ക്കുമ്പോൾ ആകെ ഒരു മെനകേടാവും. അപ്പം നമ്മൾ നമ്മുടെ കണ്ടക്ടർ മാത്രം മതി, ആ സർക്യൂട്ട് മാത്രം മതി. എന്നിട്ട് നമുക്കിവിടെ എ എന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ ബി എന്ന പോയിൻ്റ് ഉണ്ട്. കണ്ടോ, വൃത്തിയായില്ലേ? നമ്മൾ മനസ്സിൽ ചിന്തിക്കണം ഇത് വൃത്തിയായിട്ട് എങ്ങനെ എഴുതും. അങ്ങനെയാണ് ഈ പഠിക്കുന്ന കുട്ടികളെല്ലാം ഈ വൃത്തിയായിട്ട് എഴുതുന്നതിനെക്കുറിച്ചും കൂടെ ആലോചിച്ച് എഴുതുന്നതുകൊണ്ട് അവരുടെ പേപ്പറൊക്കെ നല്ല ഭംഗി. എന്നിട്ട് ഈ എയിൽ നമ്മൾ അതിനകത്തോടെ കൈവിരൽ അകത്തേക്ക് കടത്തി വിടുന്നത് പോലെ സങ്കല്പിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ടു. അങ്ങനെ ഒരു 100 ആരോ മാർക്ക് ഒന്നും നിങ്ങൾ ഇടണ്ട. ഇങ്ങനെ ഒരെണ്ണ വിട്ട് കഴിഞ്ഞപ്പോൾ, അതായത് ഇതിനകത്തേക്ക് കയറുന്നത് പോലെ, ഇതിനകത്തേക്ക് കയറി പോകുന്ന പോലെ ഒരു ആരോ മാർക്ക് നല്ല വൃത്തിക്ക് ഇട്ടാൽ മതി. അല്ലാതെ ഇങ്ങനെ വട്ടം ഒന്നും ഇടണ്ട. ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഈ സർക്കിളിൻ്റെ അകത്തോടെ കയറി പോകുന്നതായിട്ട് വരയ്ക്കാൻ പറ്റിയല്ലോ. അപ്പം നമ്മൾ അകത്തോടെ കയറി പോകുന്നതായിട്ട് ഈ ചിത്രത്തിലുണ്ട്. ഇതുണ്ടോ, ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ കറണ്ട് ഇതിലേ വന്ന് ഇവിടെ കറണ്ട് ഇങ്ങോട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തമ്പ് മുകളിലേക്ക് വെച്ചിട്ട് വിരൽ അകത്തോടെ കയറ്റുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ വിരലിൻ്റെ തുമ്പ് പോയ വഴി ആരോ മാർക്ക് ഇട്ട് കാണിച്ചു. അങ്ങനെ കുറേ വട്ടം വേണ്ട, ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അടുത്ത് എഴുതി വെക്കുക. ഈ എ ഭാഗത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾ എഴുതുക. അതുപോലെ തന്നെ ബി ഭാഗം നോക്കാൻ പോവാണ്. ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് നിങ്ങൾ എഴുതിയിട്ട് പോകണം കേട്ടോ. ഇനി ബി ഭാഗം നമ്മൾ നോക്കുകയാണ്. ബി ഭാഗം നോക്കുമ്പം നമ്മൾ നമ്മുടെ ബി ഭാഗത്തിൽ കറണ്ട് ഇതിലേ വന്നിട്ട് താഴേക്കാണ്. അപ്പം നമ്മുടെ വിരലുകൾ അതിനകത്തൂടെ ഇട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അകത്തൂടെ ഈ വിരൽ തമ്പ് താഴേക്കും വിരലുകൾ അകത്തൂടെയും കയറി മടങ്ങുന്നതായിട്ട് സങ്കല്പിക്കണം. അകത്തൂടെ കയറി മടങ്ങുന്നത് എങ്ങനെ വരയ്ക്കും? ഇങ്ങനെ വരയ്ക്കും. അകത്തോടെ കയറി മടങ്ങുന്നത് ഈ ചെറിയ വിരലിൻ്റെ മടക്കങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ ഈ ചൂണ്ട് വിരലിൻ്റെ മടക്കും, എളുപ്പപ്പണികൾ പറയുകയാണ് ടിപ്പുകൾ. ഇങ്ങോട്ടാണ് ഈ ചെറിയ വിരലിൻ്റെ മടക്കും വരയ്ക്കുക. അപ്പം നോക്കിക്കേ, ഇങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട് വന്നതുപോലെ. അപ്പോൾ ഒരുപാട് വട്ടം ഒന്നും വരച്ച് ഇതുപോലെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പറ്റിക്കാൻ ഓർക്കരുത്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം മനസ്സിലാകണം. ഇത് കണ്ട എല്ലാവർക്കും മനസ്സിലായില്ലേ? അതിവിടെ നമ്മൾ എഴുതണം. ഇനി കാണുന്നവർക്ക് മനസ്സിലായില്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ സർക്കിൾ പോലെ ഒറ്റ വര വരച്ചിട്ട് ആരോ മാർക്ക് ഇട്ടിട്ട് നമ്മൾ എഴുതണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തതായിട്ട് ഇവിടെ മൊത്തത്തിൽ ആ ഫ്ലെക്സ് ലൈൻസ് എല്ലാം ഇതിൻ്റെ അകത്തോട്ട് കയറി പോകുന്നത് പോലെ കണ്ടോ? അതാണ് ഇവരിവിടെ വേറെ ഒരു ചോദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ സർക്കിൾ ആകൃതിയിൽ വരുന്ന, സർക്കിൾ ആകൃതിയിലാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മുടെ കണ്ടക്ടർ ഇങ്ങനെ ഇരിക്കുന്നു. കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. സർക്കിൾ ആകൃതിയിൽ നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നു. കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ക്ലോക്ക് വൈസ് ആയിട്ട് ഈ കാണിച്ചേക്കുന്ന ആരോ മാർക്കിൽ കൂടി പോകുന്ന അവസ്ഥയിലാണെങ്കിൽ ഫ്ലെക്സ് ലൈൻസ് രണ്ടിന് ഉള്ളിലേക്ക് ആരോ മാർക്ക് ഇടുന്ന പോലെയല്ലേ വന്നേക്കുന്നത്. ഫ്ലെക്സ് ലൈൻസ് ഇൻറ്റു ദി കോയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പറയണം, ഈ കണക്ഷൻ ഒന്ന് മാറിക്കൊടുത്താൽ എങ്ങനെയായിരിക്കും? അടുത്ത ചോദ്യം. അപ്പോൾ ഈ കണക്ഷൻ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നെഗറ്റീവ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ
ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈഫ് കറണ്ട് ഈസ് ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തേണ്ടി വരും. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ അതെന്നാ ഡയറക്ഷനാണ്? കറണ്ടിൻ്റെ ഡയറക്ഷൻ സർക്കുലാർ കണ്ടക്ടറേൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലക്സ് ലൈൻസ് എല്ലാം അവിടുന്ന് പുറത്തേക്ക് പോണ പോലെയും ഇവിടുന്ന് പുറത്തേക്ക് പോണത് പോലെയും ആയിരിക്കും. അതും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ. എളുപ്പമല്ലേ? ഇനി ചിത്രമൊന്നുമില്ലാത്ത ഒരു ചോദ്യവും കൂടെ പറഞ്ഞിട്ട് ടീച്ചർ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒത്തിരി ലെങ്തായി. അപ്പോൾ 2 വീഡിയോ ക്ലാസ്സിലായിട്ട് ടീച്ചർ ഇതിൻ്റെ അടുത്ത ചോദ്യോത്തരങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങൾ ഇനി 2 പേജ് കൂടിയേ ഉള്ളൂ. അവിടെ വളരെ ചെറിയ ചോദ്യങ്ങളും കൂടെയാണ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് ടീച്ചർ പറഞ്ഞു തരാം. എന്നാൽ അടുത്ത വീഡിയോ ക്ലാസ്സിലാകട്ടെ. വലിയ വീഡിയോ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ തന്നെ നിങ്ങൾ കാണാതെ പോയാലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യവും കൂടെ നോക്കാം. നമുക്കറിയാം ഇവിടെ കറണ്ട് കൊടുത്തിട്ടുണ്ട്. 2 ചിത്രങ്ങളിലും കറണ്ട് കൊടുക്കുന്ന ഒരു കണ്ടക്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തൊരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുണ്ട്. കറണ്ട് കൊടുത്താൽ ഇവിടെ ഈ കണ്ടക്ടർ എന്തായി മാറും? മാഗ്നറ്റായി മാറും. ചുറ്റും മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ടാവും. നീഡിലിന് എന്ത് പറ്റും? ഡിഫ്ലക്റ്റ്. അത് നമ്മൾ കുറേ ചോദ്യങ്ങളിൽ ചെയ്തു. ഇവിടെയും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഈ നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ കൂട്ടാൻ, അല്ലെങ്കിൽ എങ്ങനെ കൂടും? ഇവിടെ ഉള്ള ഇവിടെ ഒരു കറണ്ട് ഉണ്ടായപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. ആ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് കറണ്ട് കടന്നു പോകുമ്പോഴുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെ ചെയ്യാം? ഇവിടെ ഒരു ടേൺ ഉള്ളതിനേക്കാളും മാഗ്നറ്റിക് സ്ട്രെങ്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കണ്ടക്ടർ ഇൻക്രീസ് ചെയ്താൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. ഈ കണ്ടക്ടറെ കൂടെയുള്ള മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ 1.5 വോൾട്ടിന് പകരം ഒരു 3 വോൾട്ട് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ, നല്ല കൂടുതൽ കറണ്ടുള്ള ഒരു സെല്ല് ഉപയോഗിക്കുകയാണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന ഈ കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടും. അപ്പോൾ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ കൂടും. ക്വസ്റ്റ്യനായിട്ട് ടീച്ചർ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. ചോദ്യം ഇതാണ് കിടക്കുന്നത്. റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് അഫക്റ്റ് സ്ട്രെങ്ത് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദി കോയിൽ വയർ. അല്ലെങ്കിൽ കണ്ടക്ടറിൽ ഉണ്ടായ കറണ്ട് കടന്നു പോയപ്പോൾ കണ്ടക്ടറിലുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് പറയുക? അപ്പോൾ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കിടപ്പുണ്ട്. അടുത്തതായിട്ട് ഒരെണ്ണോടെ ഇൻക്രീസ് ദ വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. ഇതിലും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയുള്ള വീഡിയോയിൽ വെറും 2 പേജ്. അപ്പോൾ ഒരു പാഠം നമ്മളങ്ങ് അടിപൊളിയായിട്ട് പഠിച്ച് തീർത്തു എന്ന് നമുക്കൊരു കോൺഫിഡൻസ് കൂടി കിട്ടും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്കൊക്കെ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. അതുകൂടാതെ ക്ലാസ്സിനെ പറ്റിയുള്ള കമൻസ് കൂടി ഇട്ടിട്ടേ പോകാവൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ? ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം. ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. കെമിസ്ട്രി, ഫിസിക്സ് എന്നൊക്കെ പറയണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.